ഞാനിത് കേൾക്കുന്ന മുതിർന്ന പേരൻസിനോട് പറയുകയാണ്, ഈ വൈകിയ വേളയിൽ മക്കളോട് നീ ഏത് പെണ്ണിനെ കൊണ്ടുവന്നാലും കെട്ടിച്ചു തരാം, അല്ലെങ്കിൽ നിനക്ക് അവരെ നോക്കിക്കൂടെ, ഇവരെ നോക്കിക്കൂടെ, അല്ലെങ്കിൽ ഓഫീസിൽ ആരും ഇല്ലേ എന്നൊന്നും ചോദിച്ച് വെറുപ്പിക്കാതിരിക്കുക. അതൊക്കെ അവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വന്ന് പറഞ്ഞോളും. ഇനി ഈ വിവാഹം കഴിക്കാനായിട്ടും പ്രണയിപ്പിക്കാനും ഫോഴ്സ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി, ഇപ്പം നേരത്തെ വിവാഹം കഴിക്കാനായിരുന്നു ഫോഴ്സ് ചെയ്യുന്നത്, ഇപ്പോൾ പ്രണയിക്കാൻ ഫോഴ്സ് ചെയ്യുകയാണ് പേരൻസ്. ഇതൊക്കെ വൈകിയ വേളയിൽ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? അവരവരുടെ വഴിക്ക് വിടുക, കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. ആ കുട്ടിക്ക് 26 വയസ്സായിരിക്കണോ, മാട്രിമോണി രജിസ്റ്റർ ചെയ്ത് കളയാം, അല്ലേ എന്താ കുട്ടി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുന്ന പരിപാടി, ആ ചടങ്ങ് അങ്ങ് അവസാനിപ്പിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ബാക്കിയുള്ള ആളുകളുടെ സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഈ വർഷം വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ വർഷം മാട്രിമോണി രജിസ്റ്റർ ചെയ്താൽ മതി. 4 വർഷം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് PR ആയതിനു ശേഷം, അല്ലെങ്കിൽ അച്ഛൻ റിട്ടയർ ആകുമ്പോൾ അതിൻ്റെ ഫണ്ട് കിട്ടിയതിന് ശേഷം വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നവനൊന്നും അല്ലെങ്കിൽ ചെയ്യുന്നവളൊന്നും ഈ 4 വർഷം മുമ്പ് മാട്രിമോണിക്കകത്ത് കയറിയിരിക്കേണ്ട, ബാക്കിയുള്ള ആളുകളുടെ സമയം മെനക്കെടുത്താൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം മാരണങ്ങളുള്ള ഒരു ഏരിയ ആണ്. ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പിനെക്കാളും ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഈ മാട്രിമോണി സൈറ്റിൽ നിന്ന് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് തോന്നുന്നു. ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ്ലി ഒരു പയ്യനുമായിട്ട് ഇങ്ങനെ എൻഗേജ്മെൻറ്റ് വരെ എത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പുള്ളി ഓൾസോ അതിൽ അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. രണ്ടുപേരും ഇനി അടുത്തത് വീട്ടുകാരുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ആ ഒരു ലെവൽ വരെ എത്തിയതിനു ശേഷം ഒരു 2 days കഴിഞ്ഞിട്ട് പുള്ളി വന്ന് പറയുകയാണ്, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു കേട്ടോ വേറൊരാളുമായിട്ട്. ബ്രോ വാട്ട് ഈസ് ദിസ്? ആൻഡ് വേറൊരു കാര്യം, ഇനി അടുത്ത എക്സ്പീരിയൻസ് പറയാം. ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട്, ആ പയ്യന് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു ഈ പ്രപ്പോസൽ. എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ഉടനെ തന്നെ നമ്പർ വാങ്ങിച്ച് സംസാരിക്കലും എനിക്ക് താൻ തന്നെ മതി എന്നുള്ളൊരു അപ്രോച്ചിലായിരുന്നു. ആൻഡ് പയ്യൻ്റെ വീട്ടുകാരെ വീട്ടിലേക്ക് അയക്കുക, പെണ്ണിൻ്റെ വീട്ടുകാരെ പയ്യൻ്റെ വീട്ടിൽ പോയി കാണുമെന്നൊക്കെ ആയിരുന്നു. യു നോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? ഡേറ്റ് എടുക്കാം കല്യാണത്തിന് എന്ന് തീരുമാനിക്കുമ്പോൾ ഹീ സ്റ്റാർട്ടഡ് ഗോസ്റ്റിംഗ്. എനിക്കിപ്പോൾ പറ്റില്ല, ഇതാണോ കല്യാണം, ഇങ്ങനെയൊക്കെയാണോ ധൃതി വെക്കേണ്ട കാര്യമുണ്ടോ? ബ്രോ ഇത്രയൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കല്യാണം, അതിലേക്ക് നിന്നുകൂടെ? ആൻഡ് ഇതിനേക്കാളും വലിയൊരു എക്സ്പീരിയൻസ് അതാണ് കേൾക്കേണ്ടത്. ആൻഡ് ഇതുപോലൊരു ഫ്രണ്ടും ഒരു അലയൻസ് വന്നപ്പോൾ ആ പയ്യനോട് സംസാരിക്കുകയായിരുന്നു. താങ്ക്ഫുള്ളി ഷീ ആസ്ക്ഡ് പാസ്റ്റ് റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. ആൻഡ് ഈ സെലക്ട് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സൈൻ ഇട്ടു. എവിടെ? രജിസ്റ്റർ മാരേജിൽ ചെറുതായിട്ടൊന്ന് സൈൻ ചെയ്തു. അതിൻ്റെ കൂടുതൽ ആ ബന്ധം പോയതൊന്നുമില്ല. ഇത്രയും ട്രോമാറ്റിക് എക്സ്പീരിയൻസ് പെൺകുട്ടികൾക്ക് മാത്രമാണ്. അത് ആൺപിള്ളേർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. സംഘർഷഭരിതമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് ചില ആത്മസംഘർഷങ്ങളിലേക്ക് കടന്നെല്ലാം എന്നാണ് വിചാരിക്കുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഈ മാട്രിമോണിയൽ ഫ്രോഡുകളുമായി ബന്ധപ്പെട്ടുള്ളത്. ഫ്രോഡെന്ന് ഞാനിതിൽ കട്ടിക്കങ്ങ് പറഞ്ഞാണ്. ഈ ഫ്രോഡ് പരിപാടി കാണിക്കുന്ന ആളുകൾ താൻ വലിയൊരു ഫ്രോഡാണെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നൊന്നുമല്ല. അവരുടെ ചില തമാശകളാണ്. അതേപോലെ തന്നെ അവർ വിചാരിക്കുന്നത് നോർമലാണെന്നാണ്. പക്ഷേ കുറേയധികം ആളുകൾ ഈ മാട്രിമോണിയൽ സൈറ്റുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇന്നത്തെ കാലത്തെ യുവാക്കളുടെ വലിയൊരു ഹെക്റ്റിക്കായിട്ടുള്ള പരിപാടിയാണ്. ജോലി നേടുക എന്നതിനേക്കാളും വേറെ എന്ത് നേടുക എന്നതിനേക്കാളും വലിയൊരു ഹെക്റ്റിക്കായിട്ടുള്ള പരിപാടിയാണ് യുവജനതയുടെ. അതിനകത്ത് സ്ത്രീകളുണ്ട്, അതേപോലെ തന്നെ പുരുഷന്മാരുണ്ട്. മാട്രിമോണിയൽ സൈറ്റ് വഴി ഒരു അലയൻസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക, ഒരു വിവാഹത്തിലേക്ക്, അറേഞ്ച്ഡ് മാരേജിലേക്ക് കടക്കുക. ഒത്തിരിയധികം കടമ്പകളാണ്. അതുകൊണ്ട് തന്നെ പല പേരൻസും ഇപ്പോൾ പിള്ളേരോട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കോളേജിലും അതേപോലെ തന്നെ ജോലി സ്ഥലത്തും ഒന്നും ഒരു പ്രണയം സെറ്റാവാഞ്ഞത്? പണ്ട് മനസ്സാ വാച കർമ്മണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് ഉപദേശിച്ച അങ്ങനെയുള്ളതും എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊന്നുകളയും, വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരൻസ് ഇപ്പോൾ തിരിച്ചങ്ങടേക്ക് ചോദിക്കുന്ന സമയത്ത് കുട്ടികളിൽ പല ആളുകളും ഇങ്ങനെ ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാസം വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പത്തനംതിട്ടയുള്ള ഷോറൂമിൽ പോയ സമയത്ത് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ഒരു ചേട്ടൻ്റെ മകൻ നല്ല പൊസിഷനിലാണ്, നല്ല സാലറി ഒക്കെ ഉണ്ട്. അദ്ദേഹം പല ആളുകളും ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള PR ഒക്കെ ഉള്ള ഒരു UK ഒരു വ്യക്തിയാണ്. പക്ഷേ എന്ത് ചെയ്തിട്ടും വിവാഹം, അറേഞ്ച്ഡ് മാരേജ്, മാട്രിമോണിയൽ സൈറ്റ് വഴി അങ്ങോട്ട് സെറ്റാവുന്നില്ല. മാസങ്ങളോളം ഓരോ ആളുകളുമായിട്ട് ഇപ്പോൾ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ഓരോ തരത്തിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഏകദേശം ഒന്ന് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാസങ്ങൾ ഒരു പെൺകുട്ടിയുമായിട്ട് ഒന്ന് അടുത്ത് ഇടപഴകി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പെൺകുച്ചിനെ ഇപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഇപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത കുറേയധികം ആളുകളുടെ ഐഡികൾ, അതേപോലെ തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് വെറുതെ
ആ ഒരു അക്കൗണ്ട് എടുത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാലും അവരൊക്കെ കറങ്ങി തിരിഞ്ഞ് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിലോ ഇതിനകത്തേക്ക് വരും ബാക്കിയുള്ള ആളുകളുടെ സമയം മെനക്കെടുത്താൻ വേണ്ടി. അതേപോലെ തന്നെ തീരെ താല്പര്യമില്ലാത്ത ചില ആളുകൾ, മാതാപിതാക്കൾ ഹാൻഡിൽ ചെയ്യുന്ന ചില ഐഡികൾ, ഇങ്ങനെ സമയം, ഈ ആവശ്യക്കാരൻ്റെ സമയം വേസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതേപോലെ തന്നെ വേറെ ചില എണ്ണം വെറുതെ ഈ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചുമ്മാ ആളുകളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി മാട്രിമോണിയൽ സൈറ്റിൽ ഒരു അക്കൗണ്ട് എടുത്തിരിക്കുന്നു. വെറുതെ പെൺകുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ പെൺകുട്ടികളിൽ ചിലർ ആൺകുട്ടികളുമായിട്ട് സംസാരിക്കുകയാണ്. ദീർഘ സംഭാഷണത്തിന് ശേഷം ഒരാൾ വലിയ പ്രതീക്ഷയോടെ ഈ ഒരു ബന്ധം വർക്കൗട്ട് ആകുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അവസാനം ആ താല്പര്യമില്ല, അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു ത്രില്ല് പോകുമ്പോഴത്തേക്ക് ഒഴിവാക്കുന്നു. ഇങ്ങനെ ഒരു വലിയ ദുരിത കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മുടെ നാട്ടിലെ പാവം കുട്ടികൾ, അനുസരണശീലമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ദൈവഭയവും അതേപോലെ തന്നെ കുടുംബ ഭയവും പാരമ്പര്യ ഭയവും ഒക്കെ ഉള്ള കുട്ടികൾ കടന്നു പോകുന്നത്. അവരാണ് നാട്ടിലെ കൺസിഡറബിളി മാന്യന്മാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർക്ക് ഈ ഒരു ദുരവസ്ഥ വരുന്നത് എനിക്ക് സഹിക്കാൻ തന്നെ പറ്റുന്നില്ല. നമ്മളെപ്പോലുള്ള ആളുകൾ ചെറിയ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിനെ വളർത്തി കുടുംബജീവിതത്തിലേക്കൊക്കെ കടക്കുന്ന ആ ഒരു കാര്യമൊക്കെ കണ്ട സമയത്ത് നമ്മുടെയൊക്കെ പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പേരൻസിൻ്റെ ജനറേഷനുള്ള ആളുകളൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ റോള് അല്ലെങ്കിൽ ബന്ധുക്കളുടെ റോള്, അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന നിങ്ങളുടെ പരിപാടി ശരിയല്ല, നിങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം കൂടുതലായിട്ട് എടുക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് സമയമില്ല, സഹോദരങ്ങൾക്ക് സമയമില്ല. വെറുതെ ഏതെങ്കിലുമൊക്കെ മാട്രിമോണിയൽ സൈറ്റിൽ കൊണ്ടുപോയി മക്കളെ രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു ഉത്തരവാദിത്തം കഴിഞ്ഞ് എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ ഇരിക്കുകയാണ്. കുട്ടികൾ, ഇതിനകത്ത് പെട്ടിരിക്കുന്ന ആളുകൾ വലിയ സ്ട്രെസ് അനുഭവിക്കുകയാണ്. അതേപോലെ പക്ക ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റ് എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, ആ ഒരു ലാഘവത്തോടെയാണ് പല ആളുകളും മനുഷ്യത്വമില്ലാതെ ഈ പറയുന്ന ഐഡിയകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും എല്ലാം ഒരു വ്യക്തിയുടെ ഒരു ഐഡി ഹാൻഡിൽ ചെയ്യുകയാണ്. എന്നിട്ട് അവരിങ്ങനെ ഇൻട്രസ്റ്റ് അയച്ചും അയക്കാതെയും സംസാരിപ്പിക്കാതെയും ഗോസ്റ്റ് ചെയ്യിപ്പിച്ചും ഒക്കെ കുറേയധികം ആളുകളുടെ സമയം കളയുകയാണ്. ഇങ്ങനെ മികച്ചത് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ മാട്രിമോണിയൽ സൈറ്റിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട 5 കാറ്റഗറി ഓഫ് ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 5 തരം ഉടായ്പകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെ ഇതുപോലുള്ള ഉടായ്പകളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ചിട്ടും പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്നേ പല ആളുകൾക്കും. മേ ബി ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വിവാഹത്തിലേക്ക് കടക്കാൻ വേണ്ടി ഒരു മാട്രിമോണിയൽ സൈറ്റിലേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് വീണ്ടും അവിടെ നിന്നിട്ട് ഒരു ചീറ്റിങ്ങും അതേപോലെ തന്നെ ഒരു ഗോസ്റ്റിങ്ങും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഒന്നാമത്തെ കൂട്ടം ആളുകളെന്ന് പറയുന്നത് ടൈം വേസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ എങ്ങനെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് താൻ കടക്കാറായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരുവിധ ധാരണ ഉണ്ടാവില്ല. സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പ്രേരണ മൂലമോ ഒരു മാട്രിമോണിയൽ സൈറ്റിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ട് വെറുതെ ഇരിക്കുന്ന ആളുകളായിരിക്കും ഇവർ പ്രോപ്പറായിട്ട് ഇവരുടെ ജോലി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത, അല്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ടുള്ള മറ്റ് യോഗ്യതകളുണ്ടല്ലോ, ഒരു ബേസിക് മെച്യൂരിറ്റി എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും വെളിവാക്കില്ല. വെറുതെ ഇങ്ങനെ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വെറുതെ ചാറ്റ് ചെയ്യും. ഇങ്ങനെ ദീർഘകാലമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്ത് കോൺവെർസേഷനൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവസാനം ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊന്ന് കാണണമെന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല, അവരങ്ങോട്ട് മുങ്ങിക്കളയും. എന്തെങ്കിലും സില്ലി ആയിട്ടുള്ള റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് മുങ്ങിക്കളയും. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഇരയാക്കപ്പെട്ട ആളെ പറ്റിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കിത് നിസ്സാരമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, മാട്രിമോണിയൽ സൈറ്റാണ്. ഒരാൾക്ക് പ്രതീക്ഷയുണ്ട്, പ്രണയം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഇണയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. വെറുതെ അങ്ങോട്ട് ഗോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും നാൾ ചാറ്റ് ചെയ്യാനായിട്ടൊക്കെ സമയം കണ്ടെത്തിക്കൊണ്ടിരുന്ന ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ മുഴുവൻ വകവയ്ക്കാതെ ഇട്ട ചങ്ങടെ ഒറ്റ പോക്കങ്ങോട്ട് പോകും. അതേപോലെ തന്നെ ഈ മാട്രിമോണിയൽ സൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും വീട്ടുകാരും അതേപോലെ തന്നെ ബന്ധുക്കാരും ഇതിലേക്ക് പ്രേരിപ്പിച്ച ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കുട്ടി, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരാളുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവർക്കൊരു പ്രതീക്ഷയാണ്. മറ്റു ഓപ്ഷൻസിലേക്കൊന്നും അവർ പോവില്ല. മാന്യന്മാരൊന്നും അങ്ങനെ മറ്റ് ഓപ്ഷൻസ് തേടി പോകുന്ന ആളുകളൊന്നും അല്ലല്ലോ. അപ്പോൾ അവരിതിൽ ഫോക്കസ് ചെയ്തിരിക്കും. എന്നിട്ടാണ് ഒരു 3-4 മാസം ഈ ചങ്ങായി അവരുടേത് കളയുന്നത്. അപ്പോൾ മാന്യന്മാരല്ലാത്ത മൾട്ടി ഓപ്ഷൻ ഷോപ്പേഴ്സിനെ കുറിച്ചിട്ട് പറയണം. മൾട്ടി ഓപ്ഷൻ ഷോപ്പേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അത് കൂടുതലും ബോയ്സിലാണ് കൂടുതൽ. ഒരിക്കലും തൃപ്തിപ്പെടാത്ത ഒരു കൂട്ടം പുരുഷന്മാരുണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഈ സ്ത്രീകൾക്ക് അത്യാവശ്യം തൊഴിലവസരങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവർ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുന്നുണ്ട്. അതിലൊരു കൂട്ടം സ്ത്രീകൾക്ക് നല്ല പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വലിയ ഭാരങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു വലിയ ഭൂരിപക്ഷം സ്ത്രീകൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പ്രായത്തിൻ്റേതായിട്ടുള്ള സാധ്യതകളൊക്കെ ഇപ്പോൾ കൂടി വരുന്നു. അതേപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കുന്നു. നഴ്സിംഗ് കരിയറൊക്കെ പല ആളുകൾക്കും
നല്ല രീതിയിലുള്ള സാധ്യതകൾ തുറന്നു തരുന്നു. എന്നാൽ പുരുഷന്മാർ നേരത്തെ തന്നെ പ്രഷറൈസ്ഡ് ആവുകയാണ് സമൂഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് കാശുണ്ടാക്കാൻ വേണ്ടി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്ത് കാശുണ്ടാക്കാനായിട്ടൊക്കെ പരാജയപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കുറേയധികം കാശ് കളഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിൽ ഒരു നഴ്സിനെ, വിദേശത്ത് ജോലിയുള്ള ഒരു നഴ്സിനെ വിവാഹം കഴിക്കാനായിട്ടൊക്കെ തീരുമാനിക്കും. അപ്പം അങ്ങനെ തീരുമാനിക്കുന്നതിനിടയിൽ അത് ഒത്തുവരത്തൊന്നുമില്ല. കാരണം അവർക്ക് വലിയ ഡിമാൻഡാണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ ഒത്തുവരാത്ത സാഹചര്യത്തിൽ ഇവന്മാരെന്ത് കാണിക്കും? ഒരു നേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രക്കിടയിൽ വഴിയിൽ പോകുന്ന എല്ലാ ആളുകൾക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും, എല്ലാ ആളുകൾക്കും ഹോപ്പ് കൊടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഹോപ്പ് കൊടുത്തിട്ടുള്ള ആളത് സീരിയസ് ആയിട്ട് എടുക്കുന്ന സമയത്തും ഇവന്മാർ നോ എന്നും പറയത്തില്ല. കാരണം ഇവന്മാർക്ക് മറ്റടുത്ത് ഡിമാൻഡ് കുറവാണെന്ന് വിചാരിച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ വേറെ ഏതെങ്കിലും കിട്ടുന്ന സമയത്ത് എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടോ എന്ന ഒറ്റ ഡയലോഗിൽ ഇവന്മാർ പരിപാടി ഒപ്പിച്ചിട്ട് പോകും. അങ്ങനെ കുറേയധികം പെൺകുട്ടികൾക്ക് പണി കിട്ടിയ അനുഭവങ്ങൾ ഈ ഒരു റീൽ അയച്ചു തന്ന ചില സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുകയുണ്ടായി. പെൺകുട്ടികൾ പറ്റിച്ചു, അവർ തേക്കും, അവർ ഗോൾഡ് ഡിഗേഴ്സ് ആണ്, കൂടുതൽ മികച്ച പൈസയുള്ള ഓപ്ഷൻ നോക്കി അവർ പോകും എന്നൊക്കെ പറഞ്ഞ കാലഘട്ടത്തിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ കുറേയധികം ബോയ്സും ഇങ്ങനെയുള്ള ധാരാളം ചീത്തപ്പേര് കേൾപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനായിട്ടുള്ള വഴികൾ നോക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഓപ്ഷൻ മാത്രം നോക്കിയിട്ട് നഴ്സുമാരായിട്ടുള്ള സുഹൃത്തുക്കളെ പ്രപ്പോസ് ചെയ്യാൻ വരുന്ന ആളുകളെ ഒന്ന് കരുതിയിരിക്കുക. അവന്മാർ ജസ്റ്റ് അങ്ങടേക്കൊന്ന് കയറി വരാൻ വേണ്ടി, ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയുള്ള ഒരു പെർമിഷന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളെ വിവാഹം കഴിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ തനിക്കുണം കാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ആൺപിള്ളേരുടെ ഒരു കണ്ടീഷനിങ് എങ്ങനെയാണ്? അമ്മമാർ വന്ന വഴിയൊക്കെ നല്ല രീതിയിൽ മറക്കും. നന്ദിയില്ലാത്ത ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. അവിടെ ചെന്നൊരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ, പെൺകുട്ടി ലോക്കായി എന്ന് മനസ്സിലാവുമ്പോൾ രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ അവിടെ സുഖ ജീവിതത്തിലേക്ക് കിടക്കുന്ന കുറേ ചേട്ടന്മാരും ഉണ്ട്. അവിടെ ഒഴിവ് സമയങ്ങളിൽ ഭാര്യ അടിമ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് മറ്റുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്ന ബിരുദന്മാരെ കുറിച്ചിട്ടും ചില എഴുത്തുകളൊക്കെ പലയിടങ്ങളിൽ നിന്ന് വായിക്കാനായിട്ട് ഇടയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ റീൽ അയച്ചു തന്നതിൽ ഒരാൾ ആ എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് ഞാനത് മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓപ്ഷൻ നോക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. മാട്രിമോണിയൽ സൈറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി ഭീകരമാണ് അവസ്ഥ. കാരണം പല ആളുകളും മാട്രിമോണിയൽ സൈറ്റിലേക്ക് എത്തുന്നത് ഇത്തിരി ലേറ്റായിട്ടൊക്കെ ആയിരിക്കും. ചില ആളുകൾക്ക് വളരെ വൈകിയായിരിക്കും തോന്നുക ഒരു വിവാഹം കഴിച്ചേക്കാം എന്നുള്ളത്. ചില ആളുകൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി തന്നെ പോകും. മറ്റ് ഇൻട്രസ്റ്റുകളൊന്നുമില്ല. കാരണം അവർ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അവർ വീട്ടുകാരൊക്കെ പറയുന്നതനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ആളുകളാണ്. പക്ഷെ പെട്ടെന്ന് സമൂഹം നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിക്കഴിയുമ്പോഴായിരിക്കും ഇവർ ആലോചിക്കുന്നത് നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് എണ്ണയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എത്തുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഫെഡപ്പായി പോകും. കാരണം അവർ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഓരോ മേഖലകളിൽ കടന്നു ചെന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് മറ്റുള്ള ആളുകളുടെ വിലയിരുത്തലുകൾക്കും വിലയിടലുകൾക്കും ഡിമാൻഡുകൾക്കുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. നിങ്ങളുടെ സ്കില്ലോ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകളോ നിങ്ങളുടെ ശമ്പളമോ പോലും പലപ്പോഴും മാറ്ററാവുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നു ഏറ്റവും പെട്ടെന്ന് വിവാഹത്തിലേക്കൊക്കെ കിടക്കുന്നത് ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നു ഈ ബസ് ഡ്രൈവേഴ്സ്, അല്ലെങ്കിൽ ബസ്സിൽ ജോലി എടുക്കുന്ന ആളുകൾ, ഓട്ടോ ഡ്രൈവേഴ്സ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു. എല്ലാം പേഴ്സണാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആളുകളാണ്. അവർക്ക് നല്ല രീതിയിൽ അവരെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടാണ്, എനിക്ക് ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും ഇതിൻ്റെ കൂടെ ആർജിക്കേണ്ടതാണ്. ഇത് ബേസിക്കലി ഇണയെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണല്ലോ. അങ്ങനെ മൾട്ടി ഓപ്ഷൻസ് തപ്പി പോകുന്ന ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിൽക്കേണ്ട, വിട്ടേക്കണം, വേറെ മികച്ചത് കിട്ടും. അതേപോലെ ഇനി അടുത്തതായിട്ട് ഒരു കൂട്ടം ആളുകളുണ്ട്. സംസാരിച്ചു, വിവാഹമൊക്കെ ഏകദേശം 2 വീട്ടുകാർ തമ്മിൽ പോലും സംസാരിച്ചു, എന്നാലും ഉറപ്പിക്കുന്നത് വരെ, എന്ന് വെച്ചാൽ പള്ളിയിൽ പോയി ഉറപ്പിക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ച് ഉറപ്പിക്കുകയോ ആളെ കൂട്ടി ഉറപ്പിക്കുകയോ ചെയ്യുന്നത് വരെ മറ്റ് ബന്ധങ്ങളെക്കുറിച്ചിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇനി എങ്ങാനും ഇത് മുടങ്ങിയാലോ? അപ്പോൾ മുടങ്ങി കഴിയുമ്പോൾ തന്നെ ഒരു ബാക്കപ്പ് ഉള്ളത് നല്ലതല്ലേ? അതൊരു മഹാമോശം പരിപാടിയാണ്. 2 വെള്ളത്തിലും കാല് വെച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഏകദേശം വീട്ടിലൊക്കെ ഉറപ്പിച്ചു, പക്ഷേ നിങ്ങളിലേക്ക് താല്പര്യമായിട്ട് വരുന്ന ആളുകൾ ഹോപ്പുമായിട്ടാണ് വരുന്നത്. അവർക്കൊരു ഹോപ്പ് കൊടുക്കുകയും ചെയ്യും, എന്നാൽ കൊടുത്തുമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവരെ വട്ടം ചുറ്റിച്ച് കളിക്കും. വിവാഹമൊക്കെ ഏകദേശമൊക്കെ വീട്ടിലൊക്കെ സംസാരിച്ചു എന്നുണ്ടെങ്കിൽ ആ മാട്രിമോണിയൽ സൈറ്റ് ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടേക്ക്, അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ നോക്കാന്നേ. ഇതിൽ മനുഷ്യന്മാരെയല്ലേ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? കാർഡിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനം അത് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ മറ്റൊന്ന് വാങ്ങാൻ വേണ്ടി പറക്കി വെച്ചിരിക്കുന്ന പോലെ നമുക്കിതിനെ സമീപിക്കാൻ പറ്റുമോ? അതൊരു ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ള പരിപാടിയല്ലേ. ഇനി വേറൊരു കൂട്ടം ആളുകളുണ്ട്, അപ്ഡേറ്റഡ് ആണെന്നേ, പണ്ടുള്ള ട്രെൻഡായിരുന്നു. എന്താണ്, നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? ഇന്നലെ ഡാർലിംഗ് എന്നുള്ള സിനിമ കണ്ടു. അതിനകത്ത് ദിലീപേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പെങ്ങള് വിവാഹത്തിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്ത് പപ്പടം വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോവും.
വല്ല ആവശ്യമുണ്ടോ? അത്ര ആളുകളെ അവിടെ വിളിച്ചു വരുത്തി. ആ വന്ന ആളുകളൊക്കെ മുഹൂർത്തം ഇങ്ങനെ ആവാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. കാരണം താലികെട്ട് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ആ ഒരു സമയത്ത് പെണ്ണ് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ ചോറും കഴിക്കാൻ പറ്റില്ല, എന്തോരം ബുദ്ധിമുട്ടുകളുണ്ടാവും. അതേപോലെ തന്നെ ആ വീട്ടുകാർക്ക് ഇമോഷണൽ സംഭവങ്ങൾ, നമ്മൾ അവിടെ ആ വേദിയിലിരിക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ആ വീട്ടുകാരുടെ ഒരു 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 പെയിൻ എന്തോരം ഉണ്ടാവും. അങ്ങനെയല്ല സിനിമയിൽ ദിലീപേട്ടൻ്റെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിക്കുന്നത്, അമ്മയും മരിക്കുമോ? അങ്ങനെ മൊത്തത്തിലുള്ള ഒരു സിറ്റുവേഷൻ. അതിൻ്റെ ന്യൂജൻ വേർഷനാണ്. പ്രണയമുണ്ട്, വിവാഹം കഴിക്കുന്നത് അയാളെ തന്നെ ആയിരിക്കും, വേറെ ഓപ്ഷനൊന്നുമില്ല. എന്നാലും വീട്ടുകാരോട് പറയാൻ മടിയാണ്. അതുകൊണ്ട് അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാട്രിമോണി സൈറ്റിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്കാം. രജിസ്റ്റർ ചെയ്തിട്ട് അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് ഇൻട്രസ്റ്റ് അയക്കൽ പരിപാടി. ഇടയ്ക്കൊക്കെ 1-2 ആളുകൾ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഉടായിപ്പ് സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവന്മാർ, പണിയില്ല എന്ന് ഈ പെണ്ണ് വിചാരിക്കുന്ന കുറേ അമ്മമാർ പെണ്ണ് കാണാനൊക്കെ വരും. അവിടെ ഒന്ന് വെറുതെ ലേഭന്മാരായിട്ട് തിരിച്ചു പോവും. അതെല്ലാം കഴിഞ്ഞ് കുറേയധികം ആളുകളുടെ സമയമെല്ലാം മെനക്കെടുത്ത് കഴിയുമ്പോൾ വീട്ടിൽ പറയും, എനിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഞാൻ അയാളെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ. ഇതാദ്യം പറഞ്ഞില്ല എങ്കിൽ കൂടെ അങ്ങനെ ഐഡിയ ഉള്ള ആളുകൾ മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രണയമുണ്ട്, നിങ്ങളുടെ പങ്കാളിയെ വീട്ടിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ പെൺകുട്ടിയോ ആ ആൺകുട്ടിയോ വീട്ടുകാരെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാട്രിമോണി സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുക. എന്തിനാണ് നിങ്ങൾ കാരണം ബാക്കിയുള്ള കുറേയധികം ആളുകളുടെ ടൈം വേസ്റ്റ് ആക്കുന്നത്? എന്തിനാണ് അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നത്? എനിക്കൊന്നും അങ്ങനെയുള്ളൊരു സാഹചര്യം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എങ്കിൽ കൂടെ ഞാൻ പല സാഹചര്യങ്ങൾക്കും സാക്ഷിയായിട്ടുള്ളതുകൊണ്ടും പല ആളുകളുടെ കൂടെയും പോയിട്ടുള്ളതുകൊണ്ടും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു വീട്ടിൽ നമ്മൾ പ്രതീക്ഷയോടെ ചെല്ലുന്നു, നമുക്കവരെ ഇഷ്ടപ്പെട്ടു, അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനിൽ കൂടെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. അത് കഴിയുമ്പോൾ അവിടെ നിന്നൊരു റെസ്പോൺസും ഇല്ല. മേ ബി ആ പെൺകുച്ചിന് വേറെ വല്ല റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരിക്കും. റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഇഷ്ടം കൂടുതൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അങ്ങോട്ടൊക്കെ വിളിക്കും. മാതാപിതാക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നാണം കെട്ട് അങ്ങോട്ട് വിളിക്കും. അങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്നുള്ള ഒറ്റ ലൈനിൽ അവർ പറഞ്ഞ് അവസാനിപ്പിക്കും. പെണ്ണിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് അവർ പറയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെട്ടത്, എന്താണ് എൻ്റെ കുഴപ്പം എന്നൊക്കെ ആലോചിച്ച്, അതിപ്പോൾ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ആകെ മൊത്തത്തിൽ കോൺഫിഡൻസ് തകർന്നു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് മടുക്കും. അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇനി അടുത്തൊരു കൂട്ടം ആളുകളുണ്ട് കേട്ടോ, ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് പറയുന്നത്. ഇങ്ങനെയുള്ള സൂചനകൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വിട്ടുപൊക്കുക. ഇഷ്ടം പോലെ പ്രൊഫൈലുകൾ ഉണ്ടല്ലോ, തപ്പി എടുക്കാം. പണി വാങ്ങിച്ച് കെട്ടരുതല്ലോ. വേറൊരു കൂട്ടം ആളുകളുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ചില ടീമുകളാണ്. നമ്മൾ ജെൻഡർ മൈനോറിറ്റികളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. സെക്ഷുവാലിറ്റികളെ കുറിച്ചിട്ടും സെക്ഷൽ ഓറിയൻറ്റേഷനെ കുറിച്ചിട്ടും ഒക്കെ ഏകദേശം എല്ലാ ആളുകൾക്കും ഇപ്പം നോളജൊക്കെ ഉണ്ട്. ഗേ, ലെസ്ബിയൻ എന്നീ സെക്ഷൽ ഓറിയൻറ്റേഷനുമായിട്ട് ജീവിക്കുന്ന ഒത്തിരിയധികം ആളുകളുണ്ട്. അവരുടെ വീട്ടിലത് പറഞ്ഞിട്ടുണ്ടാവില്ല, വീട്ടിൽ പറയാനുള്ള സാഹചര്യം ചില ആളുകൾക്ക് ഉണ്ടാവില്ല. അവരും ഇതുപോലെ തന്നെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ മാട്രിമോണി സൈറ്റിൽ ലിസ്റ്റ് ചെയ്യും. ചില ആളുകൾ വലിയ ക്രൂരത കാണിക്കും, അവർ വിവാഹത്തിലേക്ക് വരെ കടക്കും. മുതിർന്ന ആളുകളൊക്കെ കേൾക്കുന്നുണ്ട്, അവർക്ക് ഈ ടേംസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ ഗേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൺകുട്ടികൾക്ക് ആണുങ്ങളോടായിരിക്കും പ്രണയം, ആണുങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിനായിരിക്കും താല്പര്യം. എങ്ങനെ ബന്ധപ്പെടും എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് കാട് കയറി പോകേണ്ട ആവശ്യമില്ല, അത് അവരുടെ ഏരിയയാണ്. ഇനിയിപ്പോൾ ലെസ്ബിയൻ ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തമ്മിലായിരിക്കും അവരുടെ പ്രണയവും ലൈംഗികതയൊക്കെ അവർക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന കാര്യമായിരിക്കും. ഇതൊന്നും ഒരു പൊതുബോധത്തിൽ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ വീട്ടിലൊന്നും പലപ്പോഴും അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല. ഒരാൾ വന്നിട്ട് അയാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇതാണ് എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഇവരിൽ പല ആളുകളും ചില ചതി കാണിക്കാറുണ്ട്. ഇവർ ചിലപ്പോൾ പേരിന് വേണ്ടി, വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടി വിവാഹം കഴിക്കും. എന്നിട്ട് ഇവരുടെ കൂടെ വിദേശത്തേക്ക് വല്ലതും പോവും. ഇവർ അടിസ്ഥാനപരമായിട്ട് വിവാഹബന്ധത്തിലൊക്കെ വേണ്ട സെക്സ് പോലുള്ള കാര്യങ്ങൾ ഏർപ്പെടില്ല. ഇവർ അവരുടെ മുന്നേ ഉള്ള പങ്കാളിയുമായിട്ട് ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകും. വലിയ ചീറ്റിംഗ് ആണ്. കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും പല സ്ത്രീകൾക്കും മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ പല പുരുഷന്മാർക്കും മനസ്സിലാവുന്നത് പങ്കാളിക്ക് വേറൊരു പങ്കാളിയുണ്ട്, അവർ ഈ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷനുള്ള ആളാണ്. ജീവിതം തകർന്നു പോവും, വലിയ ട്രോമയിലേക്ക് പോവും. ഇതിൻ്റെ അങ്ങേയറ്റം വരെ കാണിക്കുന്ന ചില ആളുകളുണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് വരെ ജന്മം കൊടുത്തതിന് ശേഷം ആ ഒരു രീതിയിൽ പങ്കാളിയുണ്ട് എന്നൊക്കെ വെളിവാക്കിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ധാരാളം സ്റ്റോറീസുമായി ബന്ധപ്പെട്ട് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇഷ്ടംപോലെ സ്റ്റോറീസ് ഉണ്ട്. സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് അന്നും എന്നും പ്രശ്നം തന്നെയാണ്. പണ്ട് പലതും പുറത്ത് അറിഞ്ഞിരുന്നില്ല, കുറേയധികം ആളുകൾ ഉള്ളിൽ കടിച്ചമർത്ത് ജീവിച്ചിരുന്നു. ഇന്ന് കുറേയൊക്കെ ആളുകൾ ആ ഒരു ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാരണങ്ങളും ഈ മാട്രിമോണി സൈറ്റിലേക്ക് വരുന്നുണ്ട്. വെറുതെ ആർക്കാണ്ട് വേണ്ടി വരുന്നുണ്ട്. ഇവരും കുറേയധികം ആളുകളുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട മാരണങ്ങൾ, ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യുന്ന ആളുകൾ, മിസ്റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകൾ.
ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകൾ. മറ്റേ കോഴ്സ് ജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിച്ചു, എന്നാൽ ഒരു പേപ്പർ കൂടെ കിട്ടാനുണ്ട് എന്ന് പറയുന്ന ആളുകൾ. മറ്റേ IELTS പാസ്സായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്സായി എന്ന് പറയുന്ന ആളുകൾ, പിന്നെ പാസ്സായില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം സ്ത്രീകൾ. നേഴ്സുമാരും അതേപോലെ തന്നെ IT പ്രൊഫഷണൽസും ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. റാങ്ക് ലിസ്റ്റിലുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഇവരുടെ അടുത്ത് നിന്ന് ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഒരു മാസമൊക്കെ ചാറ്റ് ചെയ്യേണ്ടി വരുവേ. ചില ആളുകൾ ഒരു മാസമൊക്കെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പറയുന്നത്, ഞാൻ ഒന്ന് വിവാഹം കഴിച്ചായിരുന്നു, പക്ഷെ അത് ഒരു മാസം നിന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിവോഴ്സായി. ഡിവോഴ്സിൻ്റെ പേപ്പർ ഉടനെ കിട്ടും കേട്ടോ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കളയും. പിന്നെ എന്ത് ചെയ്യും? ഇവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇവർ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യും, ബ്ലാക്ക് മെയിൽ ചെയ്യും, ഗ്യാസ് ലൈറ്റ് ചെയ്യും, അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ. അതേപോലെ പാസ്റ്റ് റിലേഷൻഷിപ്സ്, അതൊക്കെ ചോദിക്കണമെന്നേ, ചോദിക്കാൻ മടിയൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചോദിക്കുന്നത് പ്രോഗ്രസീവ് അല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനൊന്നും ആവശ്യമില്ല. പ്രോഗ്രസീവാണ്, ഇതൊക്കെ തുറന്ന് സംസാരിക്കുന്നത് പ്രോഗ്രസീവാണല്ലോ. അപ്പോൾ ചോദിക്കുക. റിലേഷൻഷിപ്പ് ഉള്ളത് നമുക്ക് പ്രശ്നമുള്ളതല്ലല്ലോ, മനുഷ്യന്മാരാകുമ്പോൾ ഉണ്ടാവും. ഇനി ഇല്ല എന്നുണ്ടെങ്കിലാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒന്നുകൂടെ ചോദിക്കേണ്ടത്, അതെന്താണ്? ഇനിയിപ്പോൾ ഇവനെ അടുപ്പിക്കാൻ കൊള്ളത്തില്ലാത്ത ഒരുത്തനാണോ, അല്ലെങ്കിൽ അടുപ്പിക്കാൻ കൊള്ളത്തില്ലാത്ത ഒരുത്തിയാണോ, അല്ലെങ്കിൽ ഇവർ മറ്റേ ഗേ ലെസ്ബിയൻ അങ്ങനെ വല്ലതും ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഉറപ്പിക്കണമല്ലോ. അപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ളതാണ് സേഫ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, നമ്മളെയൊക്കെ പോലെ തന്നെ ഉള്ള ഒരു മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല, താല്പര്യക്കുറവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ ചോദിച്ച് ഒരു സംസാരമൊക്കെ ആരംഭിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകും. എന്നാൽ ഇതൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം എനിക്കൊരു റിലേഷൻഷിപ്പ് ഉള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന മരയൂളകളുണ്ട്. ഇനിയിപ്പോൾ ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്ത, ആരുമായിട്ടും ഒരു ബന്ധവുമില്ലാത്ത, ഇതുവരെ പുറലോകം കാണാത്ത ഒരാളെ ആകാശത്തുനിന്ന് കെട്ടിയിറക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ടാവും. അവരെ കിട്ടുന്നത് വരെ കാത്തിരിക്കുക. ഇനിയിപ്പോൾ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ മറച്ചു വെച്ചിട്ട് വിവാഹത്തിലേക്ക് കിടക്കുന്ന ആളുകളുണ്ട്. അതായത് കുട്ടികളുണ്ടാവില്ല, അല്ലെങ്കിൽ സെക്സിനോട് താല്പര്യമില്ല, എസെക്ഷൽ എന്നൊക്കെ പറഞ്ഞ ഒരവസ്ഥയുണ്ട്. സെക്സിനോട് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിരിക്കും, റൊമാൻസ് ഇഷ്ടമില്ല, ഇൻറ്റിമേറ്റ് ആവുന്ന ഇഷ്ടമില്ല, അല്ലെങ്കിൽ വൃത്തി പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഹെൽത്ത് കണ്ടീഷനല്ല, എന്നാലും അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള ചില വെല്ലുവിളികളുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണം. കാരണം അങ്ങനെയുള്ള പല കാര്യങ്ങളും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും, അത് ചീറ്റ് ചെയ്തു എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകും. ഇതെല്ലാം മറച്ചു വെക്കുന്ന ആളുകളുണ്ട്. ഇനി അവസാനമായിട്ട് എല്ലാം മറച്ചു വെച്ചാലും എന്തൊക്കെ ഉടായ്പ് കാണിച്ചാലും നിങ്ങൾ പ്രതീക്ഷിച്ച ആളല്ല എന്ന് നിങ്ങൾക്ക് അവസാനം മനസ്സിലായെങ്കിൽ കൂടെ നിങ്ങൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത്, നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്ത്, നിങ്ങളുടെ തലയിലേക്ക് വലിഞ്ഞു കയറാനായിട്ട് ഉദ്ദേശിക്കുന്ന പെൺ ജീവികളൊക്കെ ഈ മാട്രിമോണി സൈറ്റ് വഴിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പൊന്നും ഉണ്ടായിരിക്കില്ല. നല്ല ജോലി ഉണ്ടാവില്ല, ജോലിയില്ലെങ്കിലും കുഴപ്പമില്ല, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം, അതുണ്ടാവില്ല. അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടാവില്ല, മെച്യൂരിറ്റി ഉണ്ടാവില്ല. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിലും വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ തലയിലേക്ക് കയറാനായിട്ട് അങ്ങനെ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റേജ് പ്ലാൻ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വെറുതെ അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, ഗ്യാസ് ലൈറ്റ് ചെയ്യും, നിങ്ങളങ്ങോട്ട് മടിപ്പിച്ച് കളയും. അവസാനം അവനെയോ അല്ലെങ്കിൽ അവളെയോ കെട്ടിക്കഴിഞ്ഞാൽ ഈ തലവേദന ഒഴിവാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ കെട്ടേണ്ടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ബന്ധമൊക്കെ മുന്നോട്ടേക്ക് പോകാനായിട്ട് വലിയ ചടങ്ങാണ്. ഇനി ഈ വൈകിയ വേളയിൽ പേരൻസ് മക്കളെ, അതൊരു കാര്യം കേട്ടോ, ഞാനിത് കേൾക്കുന്ന മുതിർന്ന പേരൻസിനോട് പറയുകയാണ്, ഈ വൈകിയ വേളയിൽ മക്കളോട് നീ ഏത് പെണ്ണിനെ കൊണ്ടുവന്നാലും കെട്ടിച്ചു തരാം, അല്ലെങ്കിൽ നിനക്ക് അവരെ നോക്കിക്കൂടെ, ഇവരെ നോക്കിക്കൂടെ, അല്ലെങ്കിൽ ഓഫീസിൽ ആരും ഇല്ലേ എന്നൊന്നും ചോദിച്ച് വെറുപ്പിക്കാതിരിക്കുക. അതൊക്കെ അവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വന്ന് പറഞ്ഞോളും. ഇനി ഈ വിവാഹം കഴിക്കാനായിട്ടും പ്രണയിപ്പിക്കാനും ഫോഴ്സ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി, ഇപ്പം നേരത്തെ വിവാഹം കഴിക്കാനായിരുന്നു ഫോഴ്സ് ചെയ്യുന്നത്, ഇപ്പോൾ പ്രണയിക്കാൻ ഫോഴ്സ് ചെയ്യുകയാണ് പേരൻസ്. ഇതൊക്കെ വൈകിയ വേളയിൽ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? അവരവരുടെ വഴിക്ക് വിടുക, കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുക. വെറുതെ ഒരു താല്പര്യമില്ലാത്ത കുറേ എണ്ണത്തിനെയും കൊണ്ട് ഈ സൈറ്റിൽ കുത്തിക്കയറ്റി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. സൈറ്റിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് നടന്നോളും, അതാണ് അതിൻ്റെ ചടങ്ങ് എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ കുട്ടിക്ക് 26 വയസ്സായിരിക്കണോ, മാട്രിമോണി രജിസ്റ്റർ ചെയ്ത് കളയാം, അല്ലേ എന്താ കുട്ടി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുന്ന പരിപാടി, ആ ചടങ്ങ് അങ്ങ് അവസാനിപ്പിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ബാക്കിയുള്ള ആളുകളുടെ സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഈ വർഷം വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ വർഷം മാട്രിമോണി രജിസ്റ്റർ ചെയ്താൽ മതി. 4 വർഷം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് PR ആയതിന് ശേഷം, അല്ലെങ്കിൽ അച്ഛൻ റിട്ടയർ ആകുമ്പോൾ അതിൻ്റെ ഫണ്ട് കിട്ടിയതിന് ശേഷം വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നവനൊന്നും അല്ലെങ്കിൽ ചെയ്യുന്നവളൊന്നും
ഈ 4 വർഷം മുമ്പ് മാട്രിമോണിക്കകത്ത് കയറിയിരിക്കേണ്ട ബാക്കിയുള്ള ആളുകളുടെ സമയം മെനക്കെടുത്താൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം മാരണങ്ങളുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് ലക്ഷണങ്ങളാണ്. ഈ ഒരു ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കി ഇതുങ്ങളെയൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റി മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശോഭനമായിട്ടുള്ളൊരു ഭാവി കിട്ടും എന്ന് ഞാനിങ്ങനെ ആശംസിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.